ഇപ്പം ജിന്നുകളായ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റൂലേ? ഞാൻ ഈ അടുത്ത ദിവസം കൂടി അതുമായി ബന്ധപ്പെട്ട ചില കിതാബുകൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ആക്കാമുൽ മർജാൻ എന്നൊരു കിതാബുണ്ട്, ആക്കാമിൽ. ഇതിൻ്റെ ഭയങ്കര ചർച്ചകളുണ്ട്. ഈ ആഴ്ച ആ കിതാബ് നോക്കിയിട്ടുണ്ട്. ആക്കാമല്ല, അൽ-ലുഖത്ത് വൽ മർജാൻ, അൽ-ലുഖത്ത് വൽ മർജാൻ എന്നൊരു കിതാബുണ്ട്. അപ്പോൾ ആ കിതാബിൽ പറയുന്ന ചില സംഭവങ്ങൾ, ഉദാഹരണം ജിന്നായ പെണ്ണിനെ കെട്ടാൻ പറ്റോ ഇല്ലേ, അത് ഹറാമാണ് എന്ന അഭിപ്രായം ഫുഖഹായിനുണ്ട്. ഈ അഭിപ്രായം വെച്ചിട്ട് അവിടെ ലുഖത്തിൽ പറയുന്നുണ്ട്, നടക്കുന്ന കാര്യമായതുകൊണ്ടാണല്ലോ ഹറാമാക്കിയത്. നടക്കാത്ത കാര്യമാകുമ്പോൾ എന്ത് ചെയ്യൂല, ഹറാമാക്കൂലല്ലോ. കള്ള് കുടിക്കൽ ഹറാമാണ്, ബഹറിലെ വെള്ളം മുഴുവനും കുടിച്ചു തീർക്കൽ ഹറാമാണ് എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? കള്ള് കുടിക്കൽ ഹറാമാണ്, ഈ ദുനിയാവിലെ എല്ലാ ബഹറിലെയും വെള്ളം ഒരാൾ കുടിക്കൽ ഹറാമാണെന്ന് ഏതെങ്കിലും കിതാബിലുണ്ടോ? എന്തുകൊണ്ട്? അത് അസംഭവ്യമാണ്. അസംഭവ്യമായ കാര്യം ഹറാമായി എഴുതിയേക്കൂല. നടക്കാത്ത കാര്യം തന്നെ ഹറാമാന്ന് എഴുതിയേക്കണ്, നടക്കണ കാര്യമല്ലേ ഹറാമാന്ന് എഴുതിയേക്കുള്ളൂ. അപ്പോൾ ജിന്നുകളെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ജിന്നുകളായ പുരുഷന്മാർക്ക് നമ്മളെ പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ ചർച്ചയിൽ ഫുഖഹായിലെ പ്രധാനപ്പെട്ട അഭിപ്രായം ഹറാമാണെന്നാണ്. അല്ല എന്ന അഭിപ്രായവും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ലോക ചരിത്രത്തിൽ ജിന്ന് പെണ്ണുങ്ങളെ കെട്ടിയ എത്രയോ ആളുകളുണ്ടല്ലോ. ജിന്നുകളായ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചവര് എത്രയോ ഉണ്ട്. മനുഷ്യ പെണ്ണുങ്ങളെ ജിന്നുകൾ കല്യാണം കഴിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങോട്ടുണ്ട് അങ്ങോട്ടുണ്ട്. അതെങ്ങനെ? ഇവർക്ക് വേണ്ടി ഇവർ ചെറുതായി കൊടുക്കും. ഒറ്റച്ചാട്ടത്തിന് അമേരിക്കയിലെത്തുന്ന ജിന്ന് പെണ്ണ് ഒരു മനുഷ്യനായ ഒരു പുരുഷനിൽ അനുരക്തയായി. അപ്പോൾ എന്ത് ചെയ്യാ? അത്രയും വലിയ പറക്കാൻ കഴിയുന്ന ജിന്ന്, പറക്കാനും കഴിയുമല്ലോ. ഒറ്റച്ചാട്ടത്തിന് ആകാശത്തിലെത്താൻ കഴിയും ജിന്നിന്. ആ ജിന്ന് പെണ്ണ് ഒരു മനുഷ്യനായ പുരുഷനിൽ അനുരക്തയായി, മനസ്സിലായല്ലോ. അപ്പോൾ പിന്നെ ഇയാളെ ആവശ്യത്തിന് വേണ്ടി ഈ പെണ്ണ് എന്തായി കൊടുക്കും? പെണ്ണായി ചെറുതായി കൊടുക്കും. അതിനും കഴിയും. മേലേക്ക് ചാടാൻ അതിനും കഴിയും. പുതിയാപ്പിളിനെ കൊണ്ട് ഒറ്റച്ചാട്ടം അറഫയ്ക്ക് ചാടാൻ കഴിയും. അഞ്ചിന്ന് ഏറാൻ കിട്ടിക്കോളും, ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട്. ഭാര്യ ആരായിരുന്നു? ജിന്ന്. നിങ്ങൾ ഏറാൻ കിട്ടിയാൽ മതി, ഞങ്ങളെ കൊണ്ടുവരും. ഒറ്റച്ചാട്ടം വിശ്വസിച്ചോളി, ഇന്നെ പിടിച്ചോളി എന്ന് പറഞ്ഞു. പക്ഷെ പേടിക്കണം, ചിലപ്പോൾ കടലിലൂടും. അതോടുകൂടെ ജീവൻ പോവും ചെയ്യും. നമ്മക്കത് നോക്കിക്കൂടെ? നടക്കണ കാര്യമല്ല, ജീവൻ പോണ കാര്യമാണ്. പക്ഷെ ചർച്ചകൾ ഉണ്ട്. ഈ വിഷയത്തിലൊക്കെ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്, സംഭവിച്ച സംഭവങ്ങളും ഉണ്ട്. നൂറുകണക്കിന് സംഭവങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൂറുകണക്കിന് സംഭവങ്ങൾ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൂറുകണക്കിന് സംഭവങ്ങൾ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്തഫ നബിയുടെ കാലത്തും ശേഷമുള്ള കാലത്തും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ പറഞ്ഞു കൊണ്ടുവരുന്ന എന്താണെന്നറിയോ? മനുഷ്യർക്ക് വേണ്ടി ഈ പിശാചുക്കൾ, ഇപ്പം ഞാൻ പറഞ്ഞ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും ഇതിനു വേണ്ടി ഇങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് പോലെ ചില ആളുകൾ പിശാചുക്കളായ ജിന്നുകളെ അണ്ടാദിക്കും. ആ അണ്ടാദിക്കുന്ന ആളുകൾ അടുത്തേക്ക് മനുഷ്യക്കോലത്തിൽ ആര് വരും? ഈ പിശാച് വരും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നടത്തി തരാന്നറിയും. അത് ചോദിക്കും. ഉദാഹരണം പറയാം, ഒരു ശൈത്താനെ അണ്ടാദിക്കുന്ന ഒരാളെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നു. എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, എൻ്റെ കാര്യങ്ങൾ ലെവലാക്കി തരണം, ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ പറഞ്ഞേ, കാര്യം ലെവലാക്കി തരാം, പക്ഷെ എനിക്ക് 5000 റുപ്യ തരണം. അപ്പൊ അയാൾ പറഞ്ഞ 5000 റുപ്യ എൻ്റെ അടുത്തില്ല. അപ്പോൾ ആ സമയത്ത് ഇയാൾ പറഞ്ഞ 5000 റുപ്യ അല്ലാണോ? എൻ്റെ പെട്ടിയും ബാഗിലും മുഴുവനും കൂടി നോക്കിയാൽ 5537 റുപ്യ ഉണ്ടല്ലോ. 537 റുപ്യ വരെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ 5000 എണ്ണ ബാഗ് മുമ്പിൽ എണ്ണി നോക്കി, കൃത്യം 5500. അപ്പം മുമ്പ് വിചാരിച്ച ഔലിയപ്പാപ്പയല്ല. ഒരു സെക്കൻഡ് കൊണ്ട് ഇയാളെ മൊത്തം എണ്ണാൻ ആർക്ക് കഴിയും?
ജിന്ന് കഴിയും. ജിന്ന് പറഞ്ഞു കൊടുത്താണ് ഇയാൾക്ക്. അതിലൊരു കറാമത്തില്ല ചങ്ങായി. എന്ത് കറാമത്താള്? തലയ്ക്ക് കയറാത്ത, തല ലെവലാകാത്തോണ്ടാണ്. ജിന്ന് എന്ന വർഗത്തിന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അല്ല, ജിന്ന് എന്ന വർഗത്തെ നിഷേധിച്ചോ കാഫറല്ലേ? ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞില്ലേ? ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖർ വ ഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ എന്ന് പറഞ്ഞില്ലേ? നമ്മളുണ്ടാക്കിയ സാധനം എന്താ? മണ്ണെന്ന്. മണ്ണിന്റെ പോക്ക് താഴത്തേക്കല്ലേ? അവര് തീയുടെ നാള, അതിന്റെ പോക്ക് മോൾക്കല്ലേ? അതിനൊറ്റ ചാട്ടം ചാടാൻ കഴിയുമല്ലോ? നമുക്കത് കഴിയൂല. നമ്മളെ വളവും അവരെ വളവും, അവര് മേലേക്ക് പോണ വളവും നമുക്ക് താഴത്ത് പോണ വളവും അല്ലേ? എന്താ നിങ്ങളത് മനസ്സിലാക്കാത്തത്? അതിലൊരു അത്ഭുതമല്ല. നിങ്ങൾ ഒരുത്തൻ്റെ ഒരു ജോത്സ്യൻ്റെ അടുത്ത് ചെന്ന്, അപ്പൊ ജോത്സ്യൻ പറഞ്ഞ് പൊരന്റെ തെക്കേ ഭാഗത്ത മൂലയില് നിങ്ങളുടെ അച്ഛന്റെ മുത്തച്ഛന്റെ കാലത്ത് 320 കൊല്ലം മുമ്പ് ഇന്നാലിന സാധനം കുഴിച്ചിട്ടുണ്ട്. നിങ്ങളവിടെ കളക്കണമെങ്കിൽ ആ സാധനം അവിടെ ഉണ്ട്. പിന്നീട് മണ്ണ് വന്ന് കൂടിയിട്ട് അതിന്മേൽ ഒരു 10 മീറ്റർ എങ്കിലും അത് അവിടെ കളക്കണം, എന്നാലേ സാധനം കിട്ടുള്ളൂ. 10 മീറ്റർ കളച്ചാൽ ആ സാധനം കിട്ടും. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട ഇയാൾ ഔലിയപ്പാപ്പയാണെന്ന്. അല്ല, ഇത് ഇയാൾക്ക് ജോത്സ്യന് പറഞ്ഞു കൊടുത്ത പിശാചിന് 1000 വയസ്സുണ്ടാവും. ഈ സംഭവം നടക്കുന്ന കാലത്ത് അയാൾ ജീവിക്കുന്നുണ്ടാവും, ഹാലറുണ്ടാവും. ചിലപ്പോൾ ആ കൂടോത്രം ചെയ്യാൻ ഇയാൾ കൂടിയിട്ടുണ്ടാവും. ആര്? ഈ ശൈത്താന്. പഴയ തലമുറയിൽ എന്തോ ഒരു കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട് ആ മണ്ണിൽ. അതിന്റെ സുഖം ഇയാൾ അനുഭവിച്ചിട്ടുണ്ട്. ആര്? ഈ ശൈത്താനടോ. അന്നത്തെ ജോത്സ്യൻ ഇയാളെ അണ്ടാദിച്ചപ്പോൾ ഈ കൂടോത്രം ചെയ്തു കൊടുത്തു. പിൽക്കാലത്ത് ഈ കൂടോത്രം അയച്ചു കൊടുക്കാൻ വേണ്ടി അണ്ടാദിച്ചു. അപ്പൊ ഇത് അയച്ചു കൊടുക്കാൻ വേണ്ടി അയാൾ എന്ത് പറഞ്ഞു? ആ സാധനം എടുത്ത് മാറ്റണം. ഈ സാധനം അവിടെ വെക്കാൻ ആരാ സഹായിച്ച്? 320 കൊല്ലം മുമ്പ് സഹായിച്ചതാരാ? ഈ ശൈത്താൻ. 1000കണക്കിന് വയസ്സുണ്ടാവൂലേ? ശൈത്താന്റെ മുലകുടി പ്രായം എന്ന് പറഞ്ഞാൽ 40 വയസ്സാ. 40 കൊല്ലം മുല കുടിക്കും. ഉമ്മയിന്ന് മുല കുടിക്കും ആര്? ജിന്നുകൾ മുല കുടിക്കും. ജിന്നുമ്മയിൽ നിന്ന് ജിന്നു കുഞ്ഞ് മുല കുടിക്കും 40 കൊല്ലം. നമ്മളോ നമ്മൾ മുല കുടിക്കേണ്ടത് എത്ര? 2 കൊല്ലം. അവര് മുല കുടിക്കേണ്ടത് എത്ര? 40 കൊല്ലം. അവർക്ക് പ്രായപൂർത്തിയാകണമെങ്കിൽ 180 വയസ്സാകണം. നമുക്കോ 10 വയസ്സിൽ പ്രായപൂർത്തിയാവൂലേ? അതുവരെ ജിന്നു കുട്ടികൾ അങ്ങനെ ഉറങ്ങും. വർക്കന്മാരാണ് ആര്? ജിന്നുകള്. അങ്ങനെ ഉറങ്ങും. അവർക്കൊരു ഉഷാറായി ലെവലായി പണി തുടങ്ങി 80 കൊല്ലം കഴിയണം. നമ്മളോ ഒരു ജിന്നും ഒരു ഇൻസും ഒരേ ദിവസം ജനിച്ച്, ഒരു ജിന്നും ഒരു ഇൻസും ഒരേ ദിവസം ജനിച്ചു എന്ന് സങ്കല്പിക്ക്. എങ്കിൽ മറ്റേ ജിന്ന് പെണ്ണെട്ടാനാകണമെങ്കിൽ ഈ ആള് മരിച്ചിട്ട് ബാപ്പ മരിച്ച് മകൻ മരിച്ച് മകന്റെ അടിയന്തരം കഴിഞ്ഞാലേ മറ്റൊന്ന് പ്രായപൂർത്തിയാവുള്ളൂ. 180 വയസ്സ് കഴിഞ്ഞാലേ ഇവർക്ക് എന്താവുള്ളൂ? പ്രായപൂർത്തിയാവുള്ളൂടോ. 1000കണക്കിന് കൊല്ലം ആയുസ് ഉണ്ടാവും ഇവർക്ക്.